IRGCയുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ശത്രു എതിർവശത്തുള്ള മുഴുവൻ ആളുകളെയും അമേരിക്ക, ഇസ്രായേൽ, അതോടൊപ്പം അമേരിക്കയും ഇസ്രായേലിനെയും സഹായിക്കുന്നവർ, അവരുടെ എല്ലാവരുടെയും സർവനാശം എന്ന ഒരൊറ്റ ടാർഗറ്റിലാണ് IRGC മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അപ്പോൾ അവർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അയത്തുള്ള ഖംനേയിക്കാണ്. അയത്തുള്ള ഖംനേയുടെ മകൻ ഒന്ന്, രണ്ടാമത്തെ പുത്രനാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഹാർട്ട് ലൈനറായിട്ടാണ് അറിയപ്പെടുന്നത്. അയാളെ തന്നെ കൊണ്ടുവരുന്നതിലൂടെ യുദ്ധത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അതേസമയം എന്തുകൊണ്ട് മകൻ എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അത് ഇറാൻ്റെ വിപ്ലവത്തിൻ്റെ തത്വങ്ങൾക്കെതിരാണ്. അച്ഛന് ശേഷം മകൻ വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള വേറെ ഒരുപാട് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്കത് അറിയില്ല ഇറാനകത്ത് എന്ത് ഇൻറ്റേർണൽ ഡൈനാമിക്സാണ് ഈ മകനെ പരമോന്നത നേതാവാക്കി ഗാർഡിയൻ കൗൺസിൽ തീരുമാനിച്ചതിലൂടെ പുറത്തു വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഹാർട്ട് ലൈനറാണ്. അച്ഛനെ കൊന്ന സ്ഥലത്ത് മകനെ അവരോധിച്ചതോടുകൂടി ശക്തമായ തിരിച്ചടി തുടരും എന്ന സന്ദേശം കൊടുത്തു കഴിയുന്നുണ്ട്. 56 വയസ്സേ ഉള്ളൂ മുജ്തബ ഖാംനയിക്ക്. ഈ അടുത്ത കാലത്തെങ്ങോ മുമ്പോ അങ്ങനെ പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പ്രസംഗങ്ങൾ കൊടുക്കാറില്ല. അയാളുടെ വീഡിയോസ് വളരെ അപൂർവമാണ്. ഇതുവരെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദവിയിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഇറാനിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിലോ ഇയാൾ എന്തെങ്കിലും പദവി വഹിച്ചാൽ നമുക്കറിയില്ല. ഒരു സെക്ലൂഡഡ് സീക്രട്ട് ലൈഫാണ്. പക്ഷേ ദ ഗേറ്റ് കീപ്പർ ഓഫ് ദ ഫാദർ എന്നാണ് പല ഇറാനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന പലരും എഴുതിയിട്ടുള്ളത്. ഈ 2010 വിക്കിലീക്സ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇൻറ്റേർണൽ സംഭാഷണങ്ങൾ അമേരിക്കയുടെ പുറത്തു വിടുമ്പോൾ അതിനകത്തും ഇദ്ദേഹം വരുന്നുണ്ട്. ഇദ്ദേഹം കർട്ടൻ്റെ പുറകിലിരിക്കുകയാണെങ്കിലും ശരിക്കും കർട്ടൻ്റെ പിന്നിലുള്ള വളരെ വലിയ ശക്തി എന്ന് തന്നെയാണ് മുജ്തബ ഖാംനയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ ഇറാൻ്റെ പരമോന്നത പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ നിർണായകമായ പല ജോലികളും പല കാര്യങ്ങളും, പ്രത്യേകിച്ച് IRGC റെവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെയൊക്കെ നിയന്ത്രണവും ബന്ധവുമൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്. അങ്ങനെ ഒരാളാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ അവരോധത്തിലൂടെ നമുക്ക് ഇറാനിൽ നിന്ന് മനസ്സിലാകുന്നത്. ശക്തമായ സന്ദേശം വരികയാണ്. പിന്നെ വാ കൊല്ല് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി കൂടിയുണ്ട്. നിങ്ങൾക്ക് തട്ടിക്കളയെന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഒരു നേതാവിനെ പ്രഖ്യാപിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ട്, അത് ഹാർട്ട് ലൈനർ ആവുകയും ഒരു തരത്തിലും നിങ്ങളുമായി സന്ധി ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലും എതിർ ശക്തികളെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്.